വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള മുത്തഖീങ്ങളിൽ, യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ 90-ൽ അധികം സ്ഥലത്ത് അല്ലാഹു പ്രത്യേകം പരാമർശിക്കുകയും പലവിധ കാരണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് സബർ എന്ന് അറബിയിൽ പറയുന്ന ക്ഷമ, സഹനം എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ ഭാഷാന്തരം നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട ആ കാര്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നേടിയെടുക്കേണ്ടുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. മഹാന്മാരായ പ്രവാചകന്മാരുടെയൊക്കെ പാത സഹനത്തിന്റെയും ക്ഷമയുടേതുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അന്ത്യപ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു കൽപ്പിച്ചത് ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുലി, ഓ നബിയെ, താങ്കൾ നല്ല ക്ഷമ കൈക്കൊള്ളണം. ഏതുപോലെ? കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുലി, പ്രവാചകന്മാരിൽ നിന്ന് വളരെയേറെ മനോദാർഢ്യത്തിന്റെ ഉടമകളായിരുന്ന, ഉലുൽ അസ്മുകളായിരുന്ന ആ പ്രവാചകന്മാര് ക്ഷമ പാലിച്ചതുപോലെ താങ്കളും ക്ഷമ പാലിക്കണം എന്ന്. അതിലെല്ലാം അടങ്ങി ആദം അലൈഹിസ്സലാം മുതൽ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള നിരവധി അനവധി പ്രവാചകന്മാരെ അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടും അല്ലാതെയും ഒക്കെ വിവരിച്ചെടുത്ത് വളരെ പ്രാധാന്യപൂർവം എടുത്തു പറഞ്ഞത് അവരുടെയൊക്കെ ക്ഷമയെ സംബന്ധിച്ചായിരുന്നു, സഹനത്തെ സംബന്ധിച്ചായിരുന്നു. പല പ്രവാചകന്മാരെയും പ്രത്യേകം വലിയ സഹനശീലനായിരുന്നു, ക്ഷമാലുവായിരുന്നു എന്നൊക്കെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും വലിയ പ്രതിഫലം അളവില്ലാതെ കണക്കില്ലാതെ വാരിക്കോരി നൽകപ്പെടുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് ക്ഷമ എന്നുള്ളത്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും ക്ഷമാലിക്കൽ അവരുടെ പ്രതിഫലം അല്ലാഹു അവർക്ക് പരിപൂർണമായി പൂർത്തിയാക്കി നൽകപ്പെടും. ബിഗൈരി ഹിസാബിൻ, ഒരു കണക്കുമില്ലാതെ എന്നാണ് അല്ലാഹു പറയുന്നത്. ക്ഷമക്കുള്ള പ്രതിഫലത്തിന് കണക്കില്ല, അളവില്ല. അത്രത്തോളം വലിയ പുണ്യകർമ്മമാണ് ക്ഷമിക്കുക, സഹിക്കുക എന്നുള്ളത്. ഈ ക്ഷമ ഇത്രത്തോളം വലിയ പ്രാധാന്യമുള്ള കാര്യമായത് എന്തുകൊണ്ടാണ്? ഇത് 3 വിധത്തിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചുരുങ്ങിയ നിലക്കെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ക്ഷമ? എന്താണ് ഈ സഹനം? ഒരാളോട് പറയാൻ എളുപ്പമാണ്, നീ സഹിക്ക്, നീ ക്ഷമ പാലിക്ക് എന്നൊക്കെ നമുക്ക് ഒരാളോട് ഉപദേശിക്കാനും പറയാനുമൊക്കെ എളുപ്പമാണ്. പക്ഷേ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ക്ഷമിക്കാനും സഹിക്കാനും സാധിക്കാറുണ്ടോ എന്നുള്ളതാണ് ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടത്. 3 വിധത്തിൽ ക്ഷമയെ പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുകയാണ്. ഒന്ന്, അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട്, റബ്ബിനെ അനുസരിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. 1. 2, എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ, ഹറാമുകൾ ചെയ്യാതെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ അപാരമായ ക്ഷമ ആവശ്യമുണ്ട്. നമ്പർ 2.
മൂന്നാമത്തെ ഇനം, ഇത് രണ്ടുമല്ല, നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന മുസീബത്തുകളാണ്, ആപത്തുകളാണ്, പരീക്ഷണങ്ങളാണ്. അതിലൊക്കെ ക്ഷമ കൈക്കൊള്ളുവാനും സഹിക്കുവാനുമുള്ള കഴിവ് നേടലാണ് മൂന്നാമത്തെ ഇനം. ഈ മൂന്ന് വിഭാഗം ക്ഷമയും നമ്മളിൽ ഒത്തിണങ്ങിയാലേ നമ്മൾ സാബിറാണ്, ക്ഷമിക്കാൻ കഴിവുള്ളവനാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നതും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത് ഖുർആനിന്റെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ 45-ാമത്തെ ആയത്താണ്. വസ്തഈനു ബില്ലാഹി വസ്ബിറു, നിങ്ങൾ അല്ലാഹുവിനോട് വസ്തഈനു ബിസ്സബരി വസ്സലാ, വസ്തഈനു ബിസ്സബരി വസ്സലാ, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടൂ ജനങ്ങളെ. ബിസ്സബരി, നല്ല ക്ഷമ കൊണ്ട് സഹായം തേടണം. റബ്ബിന്റെ സഹായം കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല ക്ഷമാലിക്കളാവണം. വസ്സലാ, നിസ്കാരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണം. റബ്ബിന്റെ സഹായം കിട്ടണമെങ്കിൽ സഹിക്കാൻ കഴിവ് വേണം. നിസ്കരിക്കാനുള്ള ആ ഒരു താല്പര്യവും ആ ഒരു പ്രവർത്തനവും കൃത്യമായി കൊണ്ടുപോകുവാൻ സാധിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞതെന്താ? വഇന്നഹാ ലകബീറ, അതൊരു വലിയ പ്രയാസം തന്നെയാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, നല്ല പടച്ചവനെ പേടിയുള്ള ഭയഭക്തന്മാരല്ലാത്തവർക്കൊക്കെ ഇത് രണ്ടും വലിയ പ്രയാസമാണ്. നേരത്തെ നിസ്കരിക്കുക, അതിന്റെ മര്യാദകൾ പാലിക്കുക, അതുപോലെ തന്നെ ക്ഷമയും സഹനവും കൈക്കൊള്ളുക, ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു ഞാൻ നേരത്തെ കേൾപ്പിച്ച വചനത്തിലൂടെ എന്ത് പറഞ്ഞത്? ക്ഷമാലിക്കൾക്കുള്ള പ്രതിഫലം അല്ലാഹു പരിപൂർണമായി നൽകപ്പെടും. അതെങ്ങനെ കൊടുക്കുന്ന പറഞ്ഞത്? ബിഗൈരി ഹിസാബ്, അതിന് അളവും തൂക്കവും കണക്കൊന്നുമില്ല, വാരിക്കോരി റബ്ബ് കൊടുക്കും എന്നാണ്. ഇനി ഈ പറഞ്ഞ മൂന്ന് ഇനങ്ങളും നമ്മളിലുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒരു പരിശോധന നടത്തണം. ചുരുങ്ങിയ ചില പരിശോധനകൾ. ഒന്നെന്താ പറഞ്ഞത്? നന്മകൾ ചെയ്യുവാൻ നമുക്ക് നല്ല ക്ഷമ വേണം എന്ന്. 5 നേരത്തെ നിസ്കാരം, അതുപോലെ തന്നെ മുസ്ലിമാകണമെങ്കിൽ നിർബന്ധമാണല്ലോ അത്. സകാത്ത് കൊടുക്കൽ കഴിവുണ്ടെങ്കിൽ നിർബന്ധമാണല്ലോ. നോമ്പെടുക്കൽ നിർബന്ധമാണല്ലോ. ഹജ്ജ് ചെയ്യൽ കഴിവുള്ളവർക്ക് നിർബന്ധമാണല്ലോ. എല്ലാം നിർബന്ധമാണ്. ഇങ്ങനെ അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ സൽക്കർമ്മങ്ങളുടെ പട്ടിക നീണ്ടു പോവുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വിഷയങ്ങളിൽ നമ്മൾ ചിന്തിക്കുക. നിസ്കരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അലസതയുള്ളവർക്ക് നിസ്കരിക്കാൻ കഴിയില്ല. മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താണ്? അവര് നിസ്കാരം പലപ്പോഴും അവർ ഒഴിവാക്കും. അഥവാ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അലസന്മാരായിരിക്കും. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. ആയത്തുകൾ ഓരോന്ന് ഉദ്ധരിക്കാൻ നിന്നാൽ സമയം വൈകിപ്പോകും. അതേപോലെ തന്നെ സക്കാത്തിന്റെ കാര്യത്തിൽ പിശുക്ക് എന്ന് പറയുന്ന മാരകമായ രോഗത്തെ സഹിക്കാനും ക്ഷമിക്കാനും അത് മാറ്റി നിർത്താനും സാധിക്കാത്തവർക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല. പലരും വിചാരിച്ചത് സക്കാത്ത് കൊടുക്കണമെങ്കിൽ വലിയ സമ്പന്നനാകണം എന്നാണ്, വലിയ മുതലാളിയാകണം എന്നാണ്. 590 ഗ്രാം വെള്ളി, 590 ഗ്രാം സിൽവർ ജ്വല്ലറികളിൽ പോയി അന്വേഷിക്ക് എന്താ ഇന്നത്തെ അതിന്റെ മാർക്കറ്റ് റേറ്റ് എന്ന്. ആ മാർക്കറ്റ് റേറ്റിന് തുല്യമായ ഇന്ത്യൻ രൂപ, നമ്മള് ഇന്ത്യയിൽ നിന്നുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്, ഇന്ത്യൻ രൂപ ഒരാളുടെ കയ്യിൽ അയാളുടെ നിത്യജീവിതത്തിന്റെ ചെലവുകൾ കഴിച്ച് ഒരു കൊല്ലത്തിൽ മിച്ചമുണ്ടെങ്കിൽ അതിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുത്തേ പറ്റൂ. അയാളുടേതല്ല ആ മുതൽ, അത് പാവങ്ങളുടെ അവകാശമാണ്. അവന്റെ സമ്പത്തിലെ ചെളിയും അഴുക്കും മാലിന്യവുമാണത്. അത് പുറത്തു കളയാതെ, അത് മറ്റുള്ളവർക്ക് അവകാശികൾക്ക് കൊടുത്തു വീട്ടാതെ ആ സമ്പത്ത് കൂട്ടിക്കലർത്തിയ മുതലുകൊണ്ടാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ, ഞാൻ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ഞാൻ താമസിക്കുന്നതെങ്കിൽ എന്റെ ദുആ പോലും അല്ലാഹു കബൂലാക്കുകയില്ല, എന്റെ പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. വളരെ ഗൗരവത്തോടെ ഇസ്ലാം പറഞ്ഞതാണ്.
എന്തൊക്കെ ന്യായങ്ങളും ദുന്യാവിൽ നമുക്ക് പറയാനുണ്ടാകും. ആ ന്യായങ്ങളൊക്കെ നമ്മളൊരു കടലാസ് എടുത്ത് നോട്ട് ചെയ്യണം. ഞാൻ എന്തുകൊണ്ടാ സക്കാത്ത് കൊടുക്കാത്തത്? ഒരു പേപ്പർ എടുത്തോളൂ, ഒരു പേന എടുത്തോളൂ, എഴുതി വെക്ക്. എന്താ ഞാൻ സക്കാത്ത് കൊടുക്കാത്തത്? അപ്പൊ പല ഉത്തരങ്ങൾ വരും. ഞാൻ അതിനായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ എഴുതി വെക്ക്. ആ എഴുതി വെച്ചിട്ട് ചിന്തിക്കുക, ഇന്ന് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ ഒറ്റക്ക. എന്റെ റബ്ബനോട് നീ എന്തുകൊണ്ട് സക്കാത്ത് കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോ അവിടെ പറഞ്ഞാൽ വിലപ്പോകുന്ന ന്യായങ്ങളാണോ എനിക്ക് പറയാനുള്ളത്? എങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല. നേരെ മറിച്ച് ഇവിടെ പലരുടെയും മുമ്പിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പലതും പറഞ്ഞ് മനസ്സിനെ സ്വയം സമാധാനിപ്പിച്ച് ശൈത്താൻ ഓതിക്കൊടുത്ത ചില കാരണങ്ങളും മനസ്സിൽ അങ്ങനെ മരിക്കുവോളം കൊണ്ടു നടന്നിട്ടാണ് സക്കാത്ത് കൊടുക്കാതെ ഏതെങ്കിലും ആണോ പെണ്ണോ ജീവിച്ച് മരിച്ചു പോയതെങ്കിൽ പരലോക കോടതിയിൽ രക്ഷപ്പെടില്ല. അപ്പൊ സക്കാത്ത് കൊടുക്കണമെങ്കിൽ തന്റെ മുതലാണ് വീശുന്നാണ് പോകുമ്പോ കുറച്ച് വേദന ഉണ്ടാകും. ആ വേദന സഹിക്കാനുള്ള കഴിവുള്ളവർക്ക് അത് കൊടുക്കാൻ കഴിയും. ശൈത്താൻ പറയും കൊടുത്തു പോകരുത്, കുറഞ്ഞു പോകും. അള്ള പറയുന്നു കൊടുത്തോ, കൊടുത്താലേ വർദ്ധിക്കൂ, കൊടുത്തില്ലെങ്കിലാണ് നശിക്കുക. ഏതാണ് വിശ്വാസി സ്വീകരിക്കേണ്ടത്? ഈമാനുള്ളവർ റബ്ബിന്റെ ഓഫർ സ്വീകരിക്കും, ഈമാൻ ഇല്ലാത്തവർ ചെകുത്താന്റെ ഓഫറിൽ വീണുപോകും. ഗൗരവത്തോടെ ചിന്തിക്കുക. അടുത്ത നിർബന്ധമായ കാര്യമാണ് ഹജ്ജ്. ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള എത്ര പേരുണ്ടാകും നമ്മളുടെ കൂട്ടത്തിൽ? ആളുകൾ വിചാരിച്ചു ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായമാകണം, എല്ലാ ബാധ്യതകളും വിടണം. എന്ത് ബാധ്യത? അപ്പൊ ഭാര്യ ഗർഭിണിയാണ്, 6-ാം മാസമാണ്, ജനിക്കുന്ന കുട്ടി ഏതാ, ആണോ പെണ്ണോ എന്നറിയണം, എന്നിട്ട് അതിന്റെ കല്യാണം പോലും കഴിയണം. അതിനൊക്കെ ചെലവില്ലേ? 100 കൂട്ടം ചെലവുകളുടേതായ ശൃംഖല ശൈത്താൻ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചു. ഇതുവരെ ഹജ്ജിന് പോയിട്ടില്ല, ഹജ്ജിന് പോയിട്ടില്ല. ഓരോരുത്തരും ചിന്തിക്കണം. ഓരോരുത്തരുടെ സാമ്പത്തിക നിലവാരം മറ്റൊരാളോടല്ല പറയേണ്ടത്. എനിക്ക് എന്നെ അറിയൂ, നിങ്ങൾക്ക് നിങ്ങളെ ഓരോരുത്തരെയും അറിയൂ. ഇത് റഹ്മാനായ രാജാതിരാജനായ റബ്ബിന്റെ കോടതിയിൽ പറയേണ്ട കണക്കാണ്, ആരുടെയും ബോധ്യപ്പെടുത്തേണ്ട കണക്കല്ല. എന്താ ഞാൻ ഹജ്ജിന് പോകാത്തതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ പേപ്പർ എടുത്ത് എഴുതിക്കോ കാരണം. എന്നിട്ടൊന്ന് വായിച്ചു നോക്കി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചിന്തിക്ക്, ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ ബന്ധപ്പെട്ടവർ എത്രയും വേഗം എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ എന്റെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അവിടെ എന്റെ റബ്ബ് അക്സെപ്റ്റ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന കാരണങ്ങളാണോ ഞാൻ ഈ എഴുതി വെച്ചിട്ടുള്ളത്? അതല്ല ആളുകൾ ചോദിക്കുമ്പോ എനിക്ക് ഒരുപാട് ന്യായം പറയണ്ടാവും. ആയിക്കോട്ടെ, ആളുകളുടെ മുമ്പിൽ രക്ഷപ്പെടും. പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും അറിയാം എന്റെ അവസ്ഥ എന്ത്. ആരും ഒരാളെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ചില ആളുകൾ പുറമേക്ക് കാണുമ്പോൾ വലിയ സമ്പന്നരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ അവരുടെ പ്രയാസങ്ങൾ അവരും റബ്ബും മാത്രമേ അറിയുന്നുണ്ടാവുകയുള്ളൂ. ചില ആളുകൾ പുറമേക്ക് വലിയ പിശുക്കന്മാരായിട്ട് നേരത്തിന് നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെ, നല്ലൊരു വസ്ത്രം പോലും ഉടുക്കാതെ ഞാനൊരു പാവമാണ് എന്നിങ്ങനെ പിശുക്ക് കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന, അങ്ങനെ നടിക്കുന്ന മുതലാളിമാരുണ്ടാകും. പരലോക കോടതിയിൽ ഇവരെയൊക്കെ തിരിച്ചറിയും. മനുഷ്യരുടെ കോടതിയിൽ ഇളവുണ്ടാകും. അയാൾ പാവ, അയാൾക്ക് അതിനൊന്നുമില്ല, ഓൻ വലിയ മുതലാളിയാ, ഇതുവരെ പോയിട്ടില്ല, രണ്ടും പറയണ്ട നമ്മൾ. അതൊക്കെ തീരുമാനിക്കുന്ന ഒരു ലോകം വരും. അത് മരണ നേരത്ത് തുടങ്ങും. ആ ലോകം മരണത്തിന്റെ മലക്ക് വന്ന് റൂഹങ്ങട്ട് വലിച്ചൂരുമ്പോ അവിടെ വെച്ച് പറയും, റബ്ബി, എന്റെ രക്ഷിതാവേ, ലൗലാ ഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരടുത്ത സമയത്തേക്ക് നീ എന്നെ പിന്തിപ്പിച്ചാൽ ഞാൻ നല്ലവനായി ജീവിച്ചോളാം, സ്വതക്ക കൊടുത്തോളാം. സക്കാത്ത് കൊടുക്കാതെ കുടിശ്ശികകൾ ഒരുപാട് ബാക്കി വെച്ചവനാണ് ഞാൻ. നിർബന്ധമായിട്ടും ഹജ്ജിന് പോകാതെ ഒരു കൊല്ലത്തിൽ 4-5 ദിവസം മാത്രം നിർവഹിക്കാൻ സാധ്യമാകുന്ന ഒരു ഇബാദത്ത് വിവിധ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നീട്ടിയിട്ടവനാണ്. റബ്ബേ, ഞാൻ പോയിക്കോളാം, ഞാൻ ഹജ്ജ് ചെയ്തോളാം, ഒന്നെന്നെ പിന്തിപ്പിക്കുമോ? ആ വാക്കുകൾ വിഫലമാണ്. ആ വാക്കുകൾക്ക് വിലയുണ്ടാവില്ല. നേരെ പോകും ഖബറിലേക്ക്. അവിടെ ആരാണ്ടാവുക? ആർക്ക് വേണ്ടിയായി മുതൽ കൂട്ടിവെച്ചത്? ആർക്ക് വേണ്ടിയായി ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഒതുക്കി കൂട്ടിവെച്ചത്? പരലോക കോടതിയിൽ നമ്മളൊറ്റക്ക് ഖബറിൽ വിചാരണ അതിന്റെ പേരിൽ നേരിടുമ്പോ വലിയ പ്രോപ്പർട്ടികളുള്ള മുതലാളി ഖബറിൽ കിടക്കാണ്. ഒരുപാട് ബാങ്ക് ബാലൻസുകൾ,
ഒരുപാട് ബിൽഡിങ്ങുകൾ, അതിൽ കുമിഞ്ഞുകൂടുന്ന വാടകകൾ, വരുമാന മാർഗങ്ങൾ, ഏക്കർ കണക്കിന് പറമ്പുകൾ, ഒരുപാട് സമ്പത്തിന്റെ ഉടമ, നൂറുകണക്കിന് പവനുടെ ആഭരണങ്ങളുടെ ഉടമയായ പെണ്ണ്. അവളും പറഞ്ഞു, എനിക്കൊന്നും ഹജ്ജ് നിർബന്ധമല്ല, ഞാനൊന്നും ഹജ്ജിന് പോണ്ട. ബന്ധപ്പെട്ടവരെ ഖബറിൽ തനിച്ചാക്കി തിരിച്ചു പോരുമ്പോ, നമ്മൾ അതിന്റെ പേരിൽ വിചാരണ നേരിടുമ്പോ, നമ്മുടെ ബന്ധപ്പെട്ടവർ ഇവിടെ വില്ലേജ് ഓഫീസിലേക്കും താലൂക്ക് ഓഫീസിലേക്കും ഒക്കെ കയറി ഇറങ്ങിയാണ്. എന്റെ ബാപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ മരിച്ചിട്ടുണ്ട്, ഭർത്താവ് മരിച്ചിട്ടുണ്ട്, ഭാര്യ മരിച്ചിട്ടുണ്ട്, ഇതാ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഇനി മുതലൊക്കെ ഞങ്ങളെ പേരിലാക്കി തരണം. അത് വീതിക്കാൻ പിന്നെ കടിപിടിയാണ്, പിന്നെ തർക്കമാണ്, കോടതി കയറലാണ്. ഏതാടോ ഈ മുതല്? സക്കാത്ത് കൊടുക്കാതെ ഹജ്ജ് ചെയ്യാതെ നീ ഒതുക്കി പിശുക്ക് കാണിച്ചു കൂട്ടിവെച്ച മുതല്, അതിന്റെ പേരിൽ നമ്മൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. പക്ഷേ ബന്ധപ്പെട്ടവർ ഇവിടെ അത് ഓഹരി വെക്കാനുള്ള തിരക്കിലാണ്. നമ്മുടെ ഖബറിന്റെ സമീപത്തുകൂടെ, പള്ളിക്കാട്ടിന്റെ അടുത്തുകൂടെ ആ ബന്ധപ്പെട്ടവർ നടന്നു പോകുമ്പോ, എന്റെ ഉമ്മയാണ് ആ കിടക്കുന്നത്, എന്റെ ഉപ്പയുടെ ഖബറാണിവിടെ, ഒന്ന് നോക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും മനസ്സില്ലാത്ത ജനറേഷനാണ് വളർന്നു വരുന്നത്. പക്ഷേ അൽഹംദുലില്ലാഹ് ഒരുപാട് നല്ല മക്കൾ, 5 നേരവും ബാപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോഴും അവരെ കുറിച്ച് നമുക്ക് മരണാനന്തരവും പ്രതീക്ഷ തന്നെയാണ്. അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവര് നമ്മുടെ ഖബറിൽ വരും, അല്ലാതെയും അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവര് നമ്മളെ മറക്കില്ലെന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും പഠിപ്പിക്കാതെ ചിന്തിക്കാതെ നമ്മളാണ് മരിച്ചുപോയി, മുതലിവിടെ ഇട്ടേച്ചുപോയി, റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ടാ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽയതഅജ്ജൽ, അത് പെട്ടെന്ന് ചെയ്യട്ടെ. പെട്ടെന്ന് ചെയ്യട്ടെ പറഞ്ഞാല്, ഇപ്പൊ സഫർ മാസാണ്, പെട്ടെന്ന് ചെയ്യട്ടെ വിചാരിച്ചു എനിക്ക് ടിക്കറ്റ് എടുത്ത് പോയിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ ഹജ്ജ്? ഹജ്ജ് വരെ കാത്തിരിക്കണം. അതിന് ശവ്വാല് മുതൽക്ക് ഹജ്ജ് മാസം തുടങ്ങും. അതിനുള്ള യാത്രകള്, മറ്റ് കാര്യങ്ങള്, പ്ലാനിങ്ങുകള്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് കോട്ടയിലുള്ളതിന്റെ ഡേറ്റ് ഇന്ന് അവസാനിക്കുന്നു. നറുക്കെടുപ്പ് കഴിഞ്ഞോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയും അവസരങ്ങൾ, വ്യത്യസ്തങ്ങളായ അവസരങ്ങളുണ്ട്. ഹജ്ജ് ചെയ്ത് പോയി തിരിച്ചു വരുവാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങളുടെ കൈകളിലുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുക്കാതെ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കടക്കാരും ബാക്കിയില്ലാതെ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാണ് പ്രിയമുള്ളവരെ, ഹജ്ജ് നിർബന്ധമാണ്. നല്ല യൗവനത്തിൽ ചെയ്യാൻ കഴിയുന്നവർക്ക് ഏറ്റവും ഉത്തമമായ കാര്യമാണത്. വാർദ്ധക്യമുണ്ടായിട്ട് കിളവിയായ ഉമ്മയും ഉപ്പയും പോയി ചെയ്യേണ്ട കർമ്മമല്ല ഹജ്ജ്. അങ്ങനെ ചെയ്താൽ കൂലില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പോയി വന്ന് അനുഭവിച്ചവരോട് ചോദിച്ചു നോക്ക്, അവിടെ പോയാലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. വയോവൃദ്ധകളായ സ്ത്രീകളും വയോവൃദ്ധന്മാരായ ഉപ്പമാരും സഹോദരന്മാരും. നല്ല കാലത്ത് അവര് ചെയ്തില്ല, നല്ല ആരോഗ്യത്തോടെയുള്ള സമയത്ത് ചെയ്യേണ്ടതാ ഹജ്ജ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരോടും എന്നോടെന്ന പോലെ പറയാണ്, എനിക്കങ്ങനെ പോയി വരാൻ നിർബന്ധമായ ആ ഹജ്ജ് ആയുഷ്കാലത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാനുള്ള പണം തികഞ്ഞാൽ ഉടനെ പൊയ്ക്കോളണം, പിന്നേക്ക് നീട്ടിവെക്കരുത്. എന്തേ കാരണം? മുത്ത മുസ്തഫ പറയുന്നത് ശ്രദ്ധിക്കുക, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനത് പെട്ടെന്ന് തീരുമാനമെടുത്തത് ചെയ്യട്ടെ. കേട്ടോളൂ കാരണം, ഫൈന്നഹു ഖദ് യംറദുൽ മരീദ്, മനുഷ്യൻ രോഗിയായേക്കാം. ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട്, അടുത്ത കൊല്ലം പോകാം, 2028 പോകാം. അന്ന് നാം ഉണ്ടോ? ആരാ ഗ്യാരണ്ടി പറയാൻ? എന്തിനാ 28ഉം 27ഉം കാത്തു നിൽക്കുന്നത്? നാളെ നമ്മളുണ്ടോ? ഈ മിമ്പറിൽ നിന്ന് ഞാൻ ഇറങ്ങുമെന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഫൈന്നഹു ഖദ് യംറദുൽ മരീദ്, മനുഷ്യൻ രോഗിയായേക്കാം. വാഹന തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പോകാനുള്ള പെർമിറ്റുകളൊക്കെ ചിലപ്പോൾ റദ്ദാക്കും, ചിലപ്പോൾ അത് അവസാനിക്കും. ഇപ്പൊ ചാൻസ് ഉണ്ട്, ഇക്കൊല്ലം പോയില്ല, എന്നാ പിന്നെ അടുത്തല്ലോ, കഴിഞ്ഞിട്ടും പോയില്ല. അത് ചെയ്യാതെ ഒരാൾ മരിച്ചുപോയ അയാൾ കുറ്റക്കാരനാവൂലേ? ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, ചിന്തിക്ക്. ഫൈന്നഹു, അതാ പറയുന്ന മൂന്നാമത്തെ കാരണം, മറ്റു പ്രയാസങ്ങളൊക്കെ വരാം, ഏതെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. ഇത് നമ്മൾ ചിന്തിക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നല്ല ക്ഷമ വേണം എന്നാ പറയുന്നത്. അതിന് ലക്ഷങ്ങൾ ചെലവുണ്ട്.
ഇന്ന് ഗവൺമെന്റ് കോട്ടയിൽ പോവുകയാണെങ്കിൽ 4 ലക്ഷത്തിനടുത്ത് ചെലവുണ്ട്. സ്വകാര്യ കമ്പനികളുടെ കൂടെയാണെങ്കിൽ 7-8 ലക്ഷം ചെലവുകളുണ്ട്. ഇനിയും കൂടിയേക്കാം, കുറയുമെന്നാരും പ്രതീക്ഷിക്കണ്ട. അവരവരുടെ കാര്യം തീരുമാനിച്ചോളൂ. ആരെയും കുറ്റപ്പെടുത്തണ്ട, ആരെക്കുറിച്ചും ആലോചിക്കണ്ട. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുക, എന്റെ മക്കൾ അവരെ കുറിച്ച് ചിന്തിക്കുക, എന്റെ അയൽക്കാർ അവരെ കുറിച്ച് ചിന്തിക്കുക, എന്റെ കൂട്ടുകാർ അവരെ കുറിച്ച് ചിന്തിക്കുക. ഈ ശബ്ദം ശ്രവിക്കുന്ന ഇപ്പോഴും ശേഷമുള്ളവരും അവരവരെ കുറിച്ച് ആലോചിക്കുക. ഇതാരുടെയും മുമ്പിൽ കണക്ക് പറയേണ്ടുന്ന ഒരു സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥനും നമ്മുടെ മുതൽ വന്ന് പരിശോധിക്കാൻ പോകുന്നില്ല. ഇത് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഒറ്റക്ക് പറയേണ്ട കണക്കാണ്. ആ ചിന്തയോടുകൂടി അള്ളാനെ പേടിച്ചിട്ട് നന്മ ചെയ്യാൻ, അതാണ് അസ്സബ്റു അലാ തഅത്തില്ലാ. രണ്ടാമത്തെ ക്ഷമ എന്താണ്? അസ്സബ്റു അൻ മആസില്ലാ. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെങ്കിൽ അപാരമായ ക്ഷമ വേണം. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നല്ല ക്ഷമ വേണം. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് നമുക്കൊക്കെ പേടി അല്ലാഹനെയല്ല, ജനങ്ങളെയാണ്. ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മുത്തഖിയാണ്. സ്വകാര്യതയുടെ നിമിഷങ്ങളിലോ പക്കാ തെമ്മാടിയാണ്, ഫ്രോഡാണ്. സ്മാർട്ട് ഫോൺ കൈകളിലുള്ള ഓരോരുത്തരും ആലോചിക്കേ, നിങ്ങൾക്കിതുകൊണ്ട് നല്ലവനാകാം, നിങ്ങൾക്കിതുകൊണ്ട് തെമ്മാടിയാകാം. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള കണ്ണ്, കാത്, നാവ്, ഹൃദയം, കൈകാലുകൾ, ലൈംഗികാവയവമടക്കമുള്ള നമ്മുടെ ശരീരം, ആ ശരീരം റബ്ബ് തന്നതാണ്. ആ റബ്ബിന് വെറുപ്പുള്ള വിധത്തിൽ അത് ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. നമുക്ക് മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ദൃശ്യങ്ങൾ ആരാരും അറിയാതെ സ്വകാര്യതകളിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ലഭ്യമാണ്. കാണാം, രസിക്കാം. ആരാ കാണുന്നത്? ആരും കാണുന്നില്ല, ആരും കാണുന്നില്ല. വേണമെങ്കിൽ ബന്ധപ്പെട്ടവർ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാം, ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്നൊരു വിദ്യാർത്ഥിക്ക് പറയാം, ഞാൻ വേറെന്തോ മെസ്സേജ് അയക്കുകയാണെന്ന് വേറൊരുത്തർ പറയാം. ഒക്കെ പറഞ്ഞോളൂ. ദുന്യാവിൽ അതൊക്കെ അക്സെപ്റ്റഡ് ആയിരിക്കും, സ്വീകരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാകും. രാജാതിരാജനായ റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങുന്നില്ല. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ. അല്ലാഹുവിന്റെ കണ്ണുകൾ അവനെ മയക്കം പോലും ബാധിക്കില്ല. എന്നിട്ടല്ലേ ഉറക്കം. ആയത്തുൽ കുർസിയിലെ വചനമാണ് നിങ്ങൾ കേട്ടത്. 5 നേരം നിസ്കാരത്തിന്റെ ശേഷം പറയണില്ലേ ആയത്തുൽ കുർസി? അള്ളാനെയാണ് പരിചയപ്പെടുത്തുന്നത്. അവന് ഉറങ്ങൂല്ലട്ടോ, മയക്കം പോലും ഇല്ലട്ടോ, എല്ലാം കാണുകയാണ്. ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹ് കാണുന്നു. സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയം. ഇതാ പലരും നമ്മുടെ മുമ്പിൽ വലിയ ഓഫറുകളുമായി വന്നിരിക്കുകയാണ്. നിങ്ങൾ പാതിരയിൽ ഒറ്റക്കാണോ? ആരോടും നിങ്ങൾക്ക് സംസാരിക്കാനില്ലേ? ഇതാ റെഡിയാണ്, എന്നെ വിളിച്ചോളൂ. ആദ്യ ചാറ്റിംഗ് ഫ്രീ ആണ്, പിന്നെ നിങ്ങൾ ഓരോ സെക്കൻഡിനും ഇത്ര കൊടുത്താൽ മതി. പെണ്ണുങ്ങൾ റെഡിയാണ്, പെണ്ണുങ്ങൾ റെഡിയാണ്. പെണ്ണുങ്ങളോടല്ല ആണുങ്ങളോട്, ആണുങ്ങൾ റെഡിയാണ് പെണ്ണുങ്ങളോട്. ബോയ് ഫ്രണ്ട്സുകളുണ്ട്, ഗേൾ ഫ്രണ്ട്സുകളുണ്ട്, കാൾ ഗേൾസുകൾ ഉള്ളതുപോലെ കാൾ ബോയ്സുകളുണ്ട്. എല്ലാരും ഉണ്ട്. ഈ ലോകം അങ്ങനെയാണ്. അള്ളാഹു പറഞ്ഞു ഒരു പെണ്ണിനോട്, നീ നിന്റെ മുഖവും മുൻകൈകളും അല്ലാത്തത് നിർബന്ധമായി മറച്ചിരിക്കണം. മുഖം പോലും മറക്കാൻ സാധിച്ചാൽ ഉത്തമമാണ്, സംശയമൊന്നുമില്ല. ആരെ പേടിച്ചിട്ട്? ആരെ പേടിച്ചിട്ട്? പള്ളിയിലെ മൗലവിനെ കാണുമ്പോ മാത്രാണോ? മറ്റൊരാളെ കാണുമ്പോ മാത്രാണോ? ബഹുമാനിക്കുന്നു എന്ന് തോന്നുന്നവരെ കാണുമ്പോ മാത്രമാണോ? ഒരിക്കലുമല്ല. എന്റെ റബ്ബ് എന്നോട് പറഞ്ഞതാ, അന്യരുടെ മുമ്പിൽ എന്റെ വേഷം ഇപ്രകാരമായിരിക്കണം. അത് പാലിക്കണമെങ്കിൽ നല്ല ക്ഷമയുള്ള പെണ്ണിനെ കഴിയൂ. പടച്ചോനെ പേടിയുള്ളവർക്കേ കഴിയൂ. ബഖറ സൂറത്തിലെ തുടക്കം കേട്ടില്ലേ? ഇത് വലിയ പ്രയാസമാണ്. ഇല്ലാ അലൽ ഖാശിഈൻ. നല്ല പടച്ചോനെ പേടിയുള്ളവർക്കല്ലാതെ ഇതിന് പറ്റൂല. ഒരു ന്യായീകരണം കണ്ടെത്തും. ചൂടെടുക്കും, മഷ്കനട്ടാല് ചൂടെടുക്കും. ശൈത്താൻ പറഞ്ഞെടുത്തു. എവിടുക്കാ പോയി കിടക്കുന്നത്? ഖബറ്. അതിനേക്കാൾ അത്യുഗ്രമായ ചൂടുള്ള നരകത്തിയിലേക്കാ പോയി കിടക്കാനുള്ളത്. പെങ്ങളെ നല്ലോണം ചിന്തിച്ചോ. ആർക്കും വേണ്ടി പറയല്ല, ആർക്കും വേണ്ടി പറയല്ല. സ്വന്തത്തോട് ചോദിക്ക്. ഇന്ന് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കിഷ്ടല്ലാത്ത വേഷത്തിൽ 3 വെള്ള കഷ്ണത്തുടിയിൽ എന്നെ കഫം പൊതിഞ്ഞ് ഒരു മുഖമക്കനെയും ധരിപ്പിച്ച് ഒരു അരയുടുപ്പും മുടിപ്പിച്ചിട്ട് 3 വെള്ള തുണിയിൽ മുഴുവനും മൂടിയിട്ട് ഒരു മുടിനാരിഴ കാണാതെ
തലയുടെ ഭാഗത്തൊരു കെട്ട്, കാലിന്റെ ഭാഗത്തൊരു കെട്ട്, മധ്യഭാഗത്തൊരു കെട്ട് ഖബറിൽ കൊണ്ടുപോയി ഇറക്കി വെക്കും. നിന്നെ ഈ വേഷത്തിന് പ്രേരിപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച ഒരാളും നിന്റെ കൂടെ ഖബറിൽ ഉണ്ടാവില്ല. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്കാ പോണത്. നല്ലോണം ചിന്തിച്ചോളൂ. ഇത് അവരവരുടെ കാര്യമാണ് ചിന്തിക്കേണ്ടത്, വേറെ ആർക്കും വേണ്ടിയല്ല പറയും. നമ്മൾ ചിന്തിക്കണം, എന്തിനാ ഞാൻ ഈ വേഷം ധരിക്കുന്നത്? എന്റെ റബ്ബിന് വേണ്ടി. ബോധം കെട്ട് വീഴുന്ന സമയത്ത് പോലും, അബോധാവസ്ഥയിൽ വീഴുമ്പോ ശരീരത്തിൽ നിന്ന് ഔറത്ത് വെളിവായപ്പോ കരഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സഹാബ വനിത വന്നു. നബിയെ, ബോധം കെട്ട് വീണ പെണ്ണാ ഞാൻ, പലപ്പോഴും അപസ്മാരണ്ട്. അപ്പൊ എന്റെ അറിയാതെ എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം വെളിവായിട്ട് അന്യ ആണുങ്ങൾ അത് കാണുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അള്ളാന്റെ റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി അങ്ങനെ വീഴുമ്പോ നിന്റെ ഔറത്ത് വെളിവാവൂല ദുആ ചെയ്തു. ആ സ്ത്രീ മരണം വരെ വീണിട്ടുണ്ട്, പിന്നെയും ഔറത്ത് വെളിവായിട്ടില്ല. ആ ഉമ്മമാര് പോയ സ്വർഗത്തിലേക്ക് പോകാനാ പെങ്ങളെ കാത്തിരിക്കുന്നത്. മനഃപൂർവ്വം തന്റെ ഔറത്ത് വെളിവാക്കി കണ്ടോളിൻ, നോക്കിക്കോളിൻ, ആസ്വദിച്ചോളിൻ എന്ന് പറഞ്ഞ് റീൽസുകളിൽ ആറാടുന്ന പെങ്ങളെ, ലക്ഷങ്ങൾക്കിടെ ലൈക്ക് കിട്ടാൻ വേണ്ടി ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന പെങ്ങളെ, ഖബറിൽ വെച്ചാൽ മൂന്നാമത്തെ ദിവസം നിന്റെ ശരീരം മുഴുവനും പൊട്ടി അഴിഞ്ഞു ഒഴുകി ഖബർ നിറയും. അതിൽ പുഴുക്കൾ വന്ന് നിന്റെ മാംസം തിന്നും. വിശ്വാസമുള്ളവരോടാ ഞാൻ പറയുന്നത് കേട്ടോ, വിശ്വാസമുള്ളവരോട് മാത്രം, അല്ലാത്തവരോട് എനിക്ക് വർത്താനില്ല. നല്ല ക്ഷമയുള്ളവർക്ക് അള്ളാഹു പറഞ്ഞതുപോലെ വേഷവിധാനം ധരിച്ചു പുറത്തിറങ്ങാൻ കഴിയൂ. ഒക്കെ സിമ്പിൾ ഉദാഹരണങ്ങൾ ഞാൻ പറയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാൻ സ്മാർട്ട് ഫോണുകൾ ഉപയോഗപ്പെടുത്തുമ്പോ അള്ളാഹ്ക്ക് വെറുപ്പുള്ളത് കാണാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അള്ളാഹ്ക്ക് വെറുപ്പുള്ളത് ചാറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ, ഈ കൈ കൊണ്ട് ചാറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അത് സംസാരിക്കാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അത് കേൾക്കാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ആ ക്ഷമയുള്ളവർക്കാണ് അള്ളാഹു വാരിക്കോരി പ്രതിഫലം കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലും ക്ഷമ പാലിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തഖ്വ നൽകി നമ്മയൊക്കെ നന്നാക്കട്ടെ. അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അവൻ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ക്ഷമയുടെ മൂന്നാമത്തെ ഇനം, ജീവിതത്തിൽ പൊടുന്നനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടാകാം. അപ്രതീക്ഷിതമായിരിക്കും. നമുക്ക് ശാരീരികമായി പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ. ഒരു ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് രോഗിയാണ്. നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റും, പതറരുത്, സഹിക്കണം എന്ന്. റബ്ബിനോട് തേടണം, റബ്ബേ സഹനം തരണേ. അപ്രതീക്ഷിതമായി ആരെങ്കിലും മരിച്ചു പോവുക ഉണ്ടാകാം. അള്ളാഹു പറഞ്ഞതാണ്, ലതുബ്ലഉന്ന ഫീ അംവാലികും വഅൻഫുസികും. നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെ സൂറത്തുൽ ബഖറയിൽ ഒരുപാട് എണ്ണി പറയുന്നുണ്ട്. പേടിയും ദാരിദ്ര്യവും ധനനഷ്ടവും സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക കമ്മിയും ഒരുപാട് പ്രയാസങ്ങളും മരണങ്ങളും പലതുമായിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ സഹിക്കാനുള്ള കരുത്ത് റബ്ബ് തരണം. അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ മഹാന്മാരൊക്കെ റബ്ബിനോട് ക്ഷമ ചോദിക്കുമ്പോൾ അള്ളാഹ് ക്ഷമ തരണേ നല്ല ചോദിക്കുക. ഖുർആനിൽ ഒരു പ്രാർത്ഥന ഉണ്ട്, നമ്മൾ പഠിച്ചു വെക്കണം. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ. ഞങ്ങളുടെ രക്ഷിതാവേ, അഫ്രിഗ് അലൈനാ സബ്റാ, നീ ഞങ്ങൾക്ക് ക്ഷമ വാരി കോരി ഒഴിച്ചു തരണേ. നല്ല തൗഫീഖ് റബ്ബ് തന്നാലല്ലാതെ ക്ഷമിക്കാൻ പറ്റൂല. മറ്റൊരാളോട് പറയാനൊക്കെ എളുപ്പമാണ്, എനിക്കിത് പറയാത്ര എളുപ്പമാണ്. എന്റെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങളിലും ക്ഷമ പാലിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോന്ന് ഞാനാ ചോദിക്കേണ്ടത് ഒറ്റയ്ക്ക് എന്നോട്. അതാണ് ആത്മവിചാരണ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയായി പറയുന്നത്.
വേറെ ആരെയും നോക്കാനും ആരെയും പരിശോധിക്കാനും അല്ല ഈ പറയുന്നത്. ഞാൻ എന്നെ പരിശോധിക്കാൻ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാര്യം നിങ്ങൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഒരു പരിശോധന നടത്തിയിട്ട് വേണം കിടന്നുറങ്ങാൻ ഓരോ ദിവസവും. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ക്ഷമാലുവാണോ? മാലോകരുടെ മുമ്പിലല്ല, റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ. അതുകൊണ്ട് ആ വിധത്തിലുള്ള ക്ഷമയ്ക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ക്ഷമ നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഇണകളെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തി ആ നിലക്കുള്ള യഥാർത്ഥ മുസ്ലിമീങ്ങളായി തന്നെ ജീവിച്ച് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മരിച്ചു പോകുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളും പോരായ്മകളും അറിയാവുന്നവൻ റബ്ബാണ്. ആ റബ്ബ് എല്ലാം പൊറുത്തു തന്ന് നമ്മയൊക്കെ ശുദ്ധീകരിച്ച് വരുംകാല ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളും അവനിഷ്ടപ്പെടുന്ന കാര്യത്തിലൂടെ മാത്രം മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ റബ്ബ് നൽകുമാറാകട്ടെ. പരലോക കോടതിയിൽ എത്തുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ ഒറ്റക്കൊറ്റക്ക് വിചാരണക്ക് വേണ്ടി നിൽക്കുമ്പോൾ ആ വിചാരണ എളുപ്പമാകുന്ന വിധത്തിൽ അവിടെ സജ്ജനങ്ങളായ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകപ്പെടുന്നവരിൽ നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമുക്കറിയുന്നവർ, അറിയാത്തവർ, ബന്ധപ്പെട്ടവർ, അല്ലാത്തവർ, ഏതൊക്കെ വിശ്വാസികൾ മരണപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അസഹനീയമായ ജഹന്നം എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് നമ്മയും അവരെയും ഒക്കെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ സ്വകാര്യത്തിലും പരസ്യത്തിലും ഒരുപോലെ റബ്ബിനെ പേടിച്ച് ജീവിക്കുവാൻ സൗഭാഗ്യം കിട്ടുന്ന നല്ലവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.